1983 മെയ് മാസത്തിൽ ഇറാൻ ഇറാഖ് സമുദ്രാതിർത്തിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ട കപ്പലിലെ 2 മലയാളികളുടെ കുടുംബാംഗങ്ങളാണ് ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. ബഹ്റൈനിൽ നിന്നുള്ള ഒരു ചരക്ക് കപ്പലിലെ ജീവനക്കാരായിരുന്നു റാഫിയുടെ ഉപ്പ കാസിമും ഫാത്തിമയുടെ ഭർത്താവ് മുഹമ്മദ് ഇസ്മായിലും. ഈ അപകടത്തിൽ 4 പൊന്നാനിക്കാർ രക്ഷപ്പെട്ടതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞിടെ ഇറാനിലെ ജയിലിൽ 11 ഇന്ത്യക്കാരെ കണ്ടെത്തിയതായി വിവരം ലഭിച്ചു. ഇതിൽ കാസിമും മുഹമ്മദ് ഇസ്മായിലും പെട്ടിട്ടുണ്ടോ എന്നറിയാനാണ് ഈ കുടുംബാംഗങ്ങൾ ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. കാസിമിനെ കുറിച്ചും മുഹമ്മദ് ഇസ്മായിലിനെ കുറിച്ചും വിശദമായി നമുക്ക് ചോദിച്ചറിയാം. ഇസ്മായിലാണ് അമ്മമ്മക്ക് ക്യാപ്റ്റനായിരുന്നു. കാസിം അതിൽ വർക്ക് ചെയ്തിരുന്നു. പൊന്നാനി അമ്മമ്മക്ക് ഒരു 4 ആളെ കൊണ്ടുവന്നത്. ആ പൊന്നാനിക്കാർ രക്ഷപ്പെട്ട് നമ്മളവിടെ വന്നു. പക്ഷെ ഞാൻ കണ്ടില്ല. അന്ന് വാച്ചേരിൽ ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവരിപ്പം മരിച്ചു. അപ്പോൾ അവരെക്കുറിച്ച് അവരുടെ ഡീറ്റെയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. പൊന്നാനിക്കാരുടെ ഡീറ്റെയിൽ നമുക്കറിയില്ല. അവരെന്താ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവർ പറഞ്ഞത് ഇങ്ങനെ ഇവർ രക്ഷപ്പെട്ടു. അപ്പോൾ കാസിമും മോമക്കൊക്കെ നമ്മളെ ഇതില്ലേ, എന്താണ് രക്ഷാ ബോട്ട്, അതിൽ ചാടി എന്നാണ് പറയുന്നത്. അതിൽ ചാടി ഇവർ നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവർ പരസ്പരം ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ വിസിലടിച്ചിട്ട്. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവരത് കേൾക്കാതായി. അപ്പോൾ പിന്നെ അതിന് ശേഷമുള്ള വിവരങ്ങളൊന്നും ഇവർക്കറിയില്ല. ഇവരേതോ ഹെലികോപ്റ്റർ വന്ന് ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ഈ 30 കൊല്ലം 82 വർഷമായല്ലോ. പക്ഷെ നിങ്ങൾ ഈ ആദ്യത്തെ ഒരു വിവരം മാത്രമാണ്, ഈ പൊന്നാനിക്കാർ പറഞ്ഞ വിവരവും ഈ എംബസിന്ന് കാര്യമായ ഒരു വിവരവും കിട്ടിയില്ല. യുദ്ധം നടക്കണ കാരണം അന്വേഷിക്കാൻ പറ്റിയില്ല. യുദ്ധം അവസാനിച്ച കാലത്ത് നിങ്ങൾ അന്വേഷിച്ചില്ല? ആ സമയത്ത് അല്ല, യുദ്ധം നടക്കുന്ന കാലത്ത് അന്വേഷിക്കാൻ പറ്റിയില്ല എന്നല്ല അവർ പറഞ്ഞത്. അവർക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവര് മിസ്സായി പോയെന്ന അല്ലെങ്കിൽ ചുഴിപ്പെട്ട് പോയെന്ന ഒക്കെയാണ് അവർ നമ്മളെ വിവരം അറിയിച്ചത്. ഈ കാണാതെ എന്റെ വാപ്പാടെ ഒരു അനുജൻ ബഹ്റൈനിൽ ജോലി ചെയ്യുന്നുണ്ട്. ആളും വാപ്പയൊക്കെ ബഹ്റൈനിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. ബഹ്റൈനിൽ നിന്ന് പോയ കപ്പലാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അപ്പൊ അവരിങ്ങനെ പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹ്റൈനിൽ നിന്ന് പോയ സൗദിയിൽ നിന്ന് പിന്നെ ഇറാൻ, അവിടെ നിന്ന് ഇറാഖ്, അങ്ങനെ സാധനങ്ങൾ കയറ്റി പോകുന്ന ചരക്കപ്പലായിരുന്നു. അപ്പോൾ എൻ്റെ വാപ്പാടെ അനുജൻ കൊച്ചാപ്പാടെ വിവരം മൂപ്പര് അവിടെ ഉണ്ടായിരുന്നപ്പോൾ മൂപ്പരാണ് ഈ അന്വേഷണങ്ങളൊക്കെ ആദ്യമേ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൂപ്പര് പറഞ്ഞിട്ടുള്ള അറിവുകളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ മൂപ്പര് പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ നിന്ന് കയറ്റിപ്പോയി. അതിനുശേഷം നിങ്ങൾ എംബസികളിലേക്ക് കത്തുന്നില്ല? ഇറാൻ ജയിലില് ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ പെട്ടിട്ടുള്ള ആളുകളിൽ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ സംശയം. പക്ഷെ ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇറാൻ ജയിലിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇവർക്ക് കമ്മ്യൂണിക്കേഷനുള്ള സാധ്യത ഉണ്ടാവും. ഇവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളല്ല, അത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളൊന്നും അല്ല. ഇവർ അത്യാവശ്യം വർത്തമാനം പറയാനും ഇതൊക്കെ ഇപ്പൊ ഇറാൻ ജയിലിൽ അത്തരത്തിലുള്ള അതിന്റെ സാധ്യത എത്ര ഉണ്ടെന്നുള്ളത് വളരെ കുറവാണ് ഉള്ളത് സത്യം പറഞ്ഞാൽ. നമുക്കൊന്ന് അന്വേഷിക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഒരു ട്രൈ ചെയ്തില്ല എന്ന് വേണ്ട. ഇപ്പോൾ ഇവരുടെ മകളുടെ ഭർത്താവ് എൻ്റെ ഒരു കുടുംബത്തിലെ കുട്ടിയാണ്, അവനെ വിളിച്ചിരുന്നു സലീം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അന്വേഷിക്കാം. ഞങ്ങൾ പിന്നെ ഇറാൻ എംബസി ആയിട്ടും അതുപോലെ തന്നെ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പൊക്കെ ആയിട്ട് നിങ്ങൾ ഇന്ത്യൻ എംബസിക്ക് വീണ്ടും ഒരു കത്തയക്കണം. അങ്ങനെ 11 ആൾ ഇറാൻ ജയിലിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളെ MP മുഖാന്തരം ഏതെങ്കിലും ഒരു ലെറ്റർ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിക്ക് കൊടുക്കുക. ഇങ്ങനെ 11 ആൾ ഇന്ന ഇതിൽ ഞങ്ങളെ ആളുകൾ മിസ്സായി പോയിട്ടുണ്ട്, 11 ആളുകൾ ഇറാൻ ജയിലുകളിൽ ഉണ്ട് എന്ന് കേൾക്കുന്നത്, അവരതിലുണ്ടോ എന്ന് സംശയമുണ്ട്, അതുകൊണ്ട് ഒന്ന് അന്വേഷിച്ച് ഞങ്ങൾക്ക് വിവരം തരണം എന്ന് പറഞ്ഞിട്ട് വിദേശകാര്യ വകുപ്പ് മന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഇറാനിലെ ഇന്ത്യൻ അംബാസിഡർക്കും ഒരു കത്തയക്കുക, അതിൻ്റെ കോപ്പി. ഇറാനിലെ ഇന്ത്യൻ അംബാസിഡർക്ക് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ മീഡിയയിൽ പോയിരുന്നു. മീഡിയ അങ്ങനെ ഈ വിവരാവകാശ കമ്മീഷൻ ഇങ്ങനെ വിവരം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇത് ഇറാനിലൊക്കെ മലയാളികൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ടാവും.
പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ പത്രക്കാരൊക്കെ ആയിട്ടുണ്ടാവും. ഇറാനിലെ എംബസിയിൽ ചിലപ്പോൾ മലയാളികളൊക്കെ ഉണ്ടാവും, കാണുന്നവരുണ്ട്, ലോകമെമ്പാടും കാണുന്ന പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇത് കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഏതെങ്കിലും വഴിയിൽ ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്താൻ കഴിയുമെങ്കിൽ അത് വലിയ ഉപകാരപ്രദമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെയെങ്കിലുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ, അതുപോലെ തന്നെ മീഡിയ പ്രവർത്തകർ, നമ്മളെ ലോകമെമ്പാടും മലയാളികളുണ്ട് ഇപ്പോൾ നമുക്ക്. അതുകൊണ്ട് ഈ പ്രോഗ്രാം കാണുകയും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒട്ടേറെ ആളുകൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിലൊന്ന് ഇടപെടാൻ കഴിയുമെങ്കിൽ ഈ 11 ആളിൽ 2 ആളുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയില്ല, പക്ഷേ അങ്ങനെ ആകട്ടെ, ഈ 2 ആളുണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സന്തോഷകരമായ വാർത്തയായിരിക്കും. പ്രേക്ഷകർ, അതുപോലെ മാധ്യമ പ്രവർത്തകർ, പൊതുപ്രവർത്തകരൊക്കെ ഈ ആളുകളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബങ്ങളെ ഞാൻ തിരിച്ചയക്കുകയാണ്. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതാകുന്ന ആളിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിന്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് പ്രവാസലോകം@gmail.com. ജാഫറിൻ്റേത് ഒളിച്ചോട്ടം തന്നെയാണ്. ജാഫറിന്റെ പ്രശ്നങ്ങൾ 8 സഹോദരങ്ങൾ അടങ്ങുന്ന കുടുംബം പണ്ടേ പരിഹരിച്ചതാണ്. സമീറയുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണുനീരിന് ജാഫർ വേണം മറുപടി പറയാൻ. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.